അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആണ് എന്നുള്ളത് CPM-കാർ പോലും അംഗീകരിച്ചൊരു കാര്യമാണ്. ചില അന്തംഗമ്മികളൊക്കെ ഇപ്പോഴും പറയും പിണറായി വിജയൻ പറഞ്ഞ പോലെ 110 സീറ്റ് 110 സീറ്റ് ആക്കണ്ടാന്നേ, 140 എന്ന് പറ. 140-ലും CPM ജയിക്കും എന്ന് പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. പക്ഷേ സംഗതി എന്താണ് എന്നുള്ളത് അത്യാവശ്യം ഇവിടുത്തെ തലയിൽ അത്യാവശ്യം തന്നെങ്കിലും ബുദ്ധിയുള്ള CPM-കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന്. എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഈ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സ്ത്രീകൾക്ക് മുഴുവൻ 1000 രൂപ വേറൊരു പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞു. എന്നിട്ടാണ് തദ്ദേശ ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടി പോയത്. ഇവർ വിചാരിച്ചു പണ്ട് കിറ്റ് കൊടുത്തപ്പോ എല്ലാവരും കൂടി വന്ന് വോട്ട് ചെയ്തു. അപ്പൊ അതേപോലെ ഈ 1600 രൂപ എന്ന് പറയുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി സ്ത്രീകൾക്ക് ഒരു 1000 രൂപയും കൂടി പ്രഖ്യാപിച്ചതോടെ ആൾക്കാർ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ വന്ന് പിണറായി വിജയന് കുത്തുന്നാണ് വിചാരിച്ചത്. പക്ഷെ കുത്തി കൊടുത്തു നല്ല എന്താണ് മോന്തക്കിട്ട് കുത്തുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നല്ല കുത്താണ് കുത്തിയത്. അതോടുകൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരു വഴിക്കായി. ആരാണോ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് അവർ തന്നെയായിരിക്കും തൊട്ട് പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിന്റെ ഒരു ചരിത്രം. ഇനി അല്ലെങ്കിൽ തന്നെ ഈ പ്രാവശ്യം അതല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. വേറെന്തെങ്കിലും സംഭവിക്കണമായിരുന്നെങ്കിൽ CPM തെറ്റ് തിരുത്താൻ തയ്യാറാവേണ്ടതായിരുന്നു. പക്ഷെ നമുക്കൊക്കെ അറിയാലോ, CPM-ന് തെറ്റുപറ്റില്ല. ദൈവത്തിന് വരെ തെറ്റുപറ്റിയേക്കാം. പക്ഷേ പിണറായി വിജയന് തെറ്റുപറ്റില്ല. കാരണം പിണറായി വിജയൻ ആരാ? ദൈവത്തെക്കാൾ മുകളിലാണ് പിണറായി വിജയന്റെ സ്ഥാനം എന്ന് കരുതുന്നവരാണ് ഈ അന്തംഗമ്മികൾ. അപ്പം പിന്നെ നാട്ടിലെ എല്ലാവരും കുറെ ഭരണവിരുദ്ധ വികാരമാണെന്ന്, എങ്ങനെയെങ്കിലും നീ പണ്ടാറം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നാട്ടിലെ സകലമായ ജനങ്ങളും. ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും പോയി കണ്ട് രണ്ടാമത് LDF സർക്കാരിന് വോട്ട് ചെയ്യോ? ഇല്ല. ജനുവരി ആദ്യത്തെ ആഴ്ചയായിട്ടുള്ളൂ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ വിജയമായിരിക്കും UDF നേടുക. അക്കൂട്ടത്തിൽ BJPയുടെ കടന്നുവരും, BJP എത്രമാത്രം മുന്നേറും എന്നുള്ളത് വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ച് 11-ാം തീയതി അമിത്ഷാ വരുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് നരേന്ദ്രമോദി വരുന്നു. ഇപ്പതാ BJPയിലേക്ക് ഇങ്ങനെ പതുക്കെ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. അടുത്ത ഒരു 100 ദിവസം എന്ന് പറയുന്നത് വളരെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവരിങ്ങനെ 110 സ്വപ്നം കണ്ട് കിടക്കുകയാണ്. 110 സ്വപ്നം കണ്ട് ഞങ്ങൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് 110 കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ നടന്നോട്ടെ. ന്യൂനപക്ഷങ്ങള് മുഴുവൻ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഭൂരിപക്ഷ സമുദായമാണെങ്കിൽ ശബരിമല ഈ സ്വർണ്ണക്കൊള്ള വീണ്ടും ചൂടുപിടിക്കുകയാണ്. ED, പിന്നാലെ CBI, കടകംപള്ളിയെ അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യുന്ന കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ വാസ്തവനിലേക്ക് പോകും. കാരണം 2025-ലെ കൊള്ള അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് SIT. അന്വേഷിക്കാൻ പോവുകയാണ്. എങ്ങനെയാണോ കടകംപള്ളി പിടിക്കപ്പെടാൻ പോകുന്നത് അതേപോലെ വാസവനും പിടിക്കപ്പെടും. കാരണം പറഞ്ഞാൽ ശബരിമലയിലെ ഈ സാമഗ്രികളൊന്നും പുറത്തേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയാണ് ചട്ടം. മാത്രമല്ല ഹൈക്കോടതിയെ ധിക്കരിച്ചുകൊണ്ടാണ്, ഹൈക്കോടതിയെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെയാണ് ഇത് കൊണ്ടുപോയത്. അപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. അതോടുകൂടി ഹൈന്ദവ വിശ്വാസികൾ മുഴുവൻ CPM-ൽ നിന്ന് പോരും. പിന്നെ ആർപ്പാട് CPM-ൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയനോടുള്ള അന്ധമായ ഭക്തി മൂത്ത് ഭ്രാന്തായ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? അവിടെയാണ് പ്രശ്നം. കോൺഗ്രസിലെ അടി തുടങ്ങുന്ന അവിടെയായിരിക്കും. ഇപ്പൊ തൽക്കാലം ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ അങ്ങനെ ആരും സ്വപ്നം കാണുന്നു വേണ്ട. നിങ്ങൾ നന്നായി പോയി പ്രവർത്തിച്ച് ഐക്യത്തോടെ മറ്റേ കുത്തിത്തിരിപ്പും കാലുവാരലൊന്നും ഇല്ലാതെ നിങ്ങൾ നല്ല വിജയം നേടിക്കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ടാണ് തൽക്കാലം ഒരു വെടിനിർത്തൽ ഉണ്ടായത്. അങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ചാനലിൽ രമേശ് ചെന്നിത്തലയെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. അപ്പൊ രമേശ് ചെന്നിത്തലയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ അഭിമുഖക്കാരൻ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നത്, അടുത്ത മുഖ്യമന്ത്രിയെയാണോ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്? അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം. ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അടുത്ത മുഖ്യമന്ത്രിയെ ആണോ എന്ന് ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞു, അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, അത് ഹൈക്കമാൻഡ് അല്ലേ തീരുമാനിക്കേണ്ടത്, അത് കേന്ദ്ര നേതൃത്വമല്ലേ തീരുമാനിക്കേണ്ടത്. ഇപ്പം എല്ലാവരും ഒരുമിച്ച് ഈ പ്രവർത്തിക്കുക,
വൻ വിജയം നേടുക എന്നുള്ളതാണ് UDF-ന്റെ ലക്ഷ്യം. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട് അടുത്ത മുഖ്യമന്ത്രിയാവാൻ. നമുക്കറിയാലോ, അതായത് കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ എന്തോ ചില മിറാക്കിൾ സംഭവിച്ചു. അങ്ങനെയാണ് ഈ രണ്ടാം തവണ പിണറായി സർക്കാർ വരുന്നത്. ഒന്നുകിൽ കിറ്റ് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ഈ കൊറോണ കാലത്ത് എന്തോ ഭയങ്കര സംഭവം, ആ രീതിയിലുള്ള PR വർക്കായിരുന്നല്ലോ നമ്മുടെ KK ശൈലജ എന്ന് പറയുന്ന അക്കാലത്തെ ആരോഗ്യമന്ത്രി ചെയ്തത്. എന്തോ വലിയ മഹാസംഭവം എന്നൊക്കെ രീതിയിലുള്ള ഒരു PR വർക്ക് നടത്തി ജനങ്ങൾക്ക് വിചാരിച്ചു. അമേരിക്കയിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇങ്ങനെ മരിച്ചു വീഴുന്നു. കേരളത്തിൽ അത്ര വലിയ കാഷ്വാലിറ്റി ഒന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ ശൈലജയുടെ KK ശൈലജയുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ട് എന്തോ ഭയങ്കര സംഭവം. വൈകുന്നേരങ്ങളിൽ പിണറായി വിജയൻ വരുന്നു, ആളുകളോട് പറയുന്നു കാക്കക്കും പൂച്ചക്കും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന രീതിയിലുള്ള സ്വദേശ പ്രഭാഷണങ്ങൾ പിണറായി വിജയന്റേത്. അങ്ങനെ ഇതിലൊക്കെ എന്താ പറയാ മയങ്ങിപ്പോയിട്ട്, അല്ലെങ്കിൽ അവസാനം ഒരു കിറ്റും കൊടുത്തു. അങ്ങനെ ആൾക്കാര് പിണറായി വിജയനെ രണ്ടാം തവണയും അധികാരത്തിലേറ്റി. ഇപ്പൊ അവർ അനുഭവിക്കുകയാണ്. അതോടെയാണ് നികുതികളൊക്കെ വർദ്ധിപ്പിച്ചത്. കെട്ടിട പെർമിറ്റ് ഫീസ് ഒക്കെ 10 ഇരട്ടിയോ 15 ഇരട്ടിയൊക്കെ വർദ്ധിപ്പിക്കുന്നു. എല്ലാറ്റിനും വെള്ളക്കരം കൂട്ടുന്നു, വൈദ്യുതി ചാർജ് കൂട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്താണ് പിണറായി വിജയന്റെ ഈ രണ്ടാം ഭരണം ജനങ്ങൾക്ക് സമ്മാനിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, വട്ടപൂജ്യം. ഇടക്കാണ് മരുമകൻ പറഞ്ഞുകൊണ്ടിരുന്നത് NH നാഷണൽ ഹൈവേ ഈ ഞങ്ങളാണ് ഇതിന്റെ നടത്തിപ്പുക, കേന്ദ്രം ആണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളാണ് ആഴ്ചക്കാഴ്ചക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം നാഷണൽ ഹൈവേ 1-2 സ്ഥലത്ത് ഇടിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ പരിപാടി മാറ്റി. മുഖ്യമന്ത്രിയും പറഞ്ഞു വേണ്ട, അത് കേന്ദ്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ മരുമോന്റെ റീൽസ് ഒക്കെ അവിടെ നിന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ 10 വർഷം ഭരിച്ച ഒരു സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരണമെങ്കിൽ അവർ ചെയ്യേണ്ടത് ഏറ്റവും മിനിമം പരിപാടി എന്താണ്? ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ ഇതാ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അത് പറഞ്ഞാൽ മതി. കാരണം ജനങ്ങൾക്ക് ആവശ്യം എന്താണ്? ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ പിണറായി ഭരിക്കേ, രമേശ് ചെന്നിത്തല ഭരിക്കോ, VD സതീശൻ ഭരിക്കോ എന്നൊന്നല്ല ജനങ്ങളുടെ പ്രശ്നം. ജനങ്ങൾക്ക് അവരുടെ ക്ഷേമം, അല്ലെ, അവരുടെ സ്വസ്ഥത, സമാധാനം, ക്രമസമാധാന പാലനം, ഇതൊക്കെ നല്ല രീതിയിൽ, നാടിന്റെ വികസനം, ഇതൊക്കെ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ആ സർക്കാരിനെ അവർ വീണ്ടും അധികാരത്തിലെത്തിക്കും. എന്താ സംശയം? പക്ഷെ അങ്ങനെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇന്നത് ചെയ്തു എന്ന് പറയാൻ പിണറായി വിജയന്റെ കയ്യിൽ ഒന്നുമില്ല. തള്ളല് മാത്രമേ ഉള്ളൂ, തള്ളൽ. ഈ തള്ളല് ജനങ്ങൾ വിശ്വസിക്കില്ല. പഴയ പോലെയല്ല കാര്യങ്ങൾ. ഇപ്പൊ അവരുടെ കൈവിരൽ തുമ്പിലിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പണ്ട് വാഗ്ദാനം ചെയ്തത്. അന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പോലും നടപ്പിലാക്കിയില്ല. അന്ന് പറഞ്ഞത് 2500 രൂപ ക്ഷേമ പെൻഷൻ ആക്കുന്നു പറഞ്ഞു, അല്ലേ? ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ ഇവരുടെയൊക്കെ ഒരു താങ്ങായി നിൽക്കേണ്ടതാണ് ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. പക്ഷെ എന്താ നമ്മൾ കണ്ടത്? അതായത് 1600 രൂപ എന്ന് പറഞ്ഞ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഞങ്ങൾ ഉയർത്തും. അസംഘടിത തൊഴിലാളികൾക്കും മറ്റ് സ്കീം വർക്കേഴ്സിനൊക്കെ മിനിമം കൂലി 700 രൂപയാക്കും, ദിവസക്കൂലി 700 രൂപയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് രണ്ടാം തവണ അധികാരത്തിലെത്തിയത്. പക്ഷെ 4.5 വർഷം ഭരിച്ചിട്ടും ഈ 1600 രൂപ എന്ന് പറഞ്ഞ പെൻഷൻ പല പ്രാവശ്യം മുടങ്ങി. അപ്പോഴാണ് മറിയക്കുട്ടിയൊക്കെ പിച്ചച്ചട്ടിയുമായി പുറത്തിറങ്ങിയത്. നാണം കെട്ടു. 3-4 മാസത്തെ പെൻഷനൊക്കെ മുടങ്ങി. അവസാനം ഗതിയില്ലാതെ എങ്ങനെയെങ്കിലും ആ കുടിശ്ശിയൊക്കെ കൊടുത്ത് തീരുകയാണ്. അവസാനം 2000 രൂപയാക്കിയായിട്ട് വർദ്ധിപ്പിച്ചു, 400 രൂപ കൂട്ടി കൊടുത്തു. എന്നിട്ടും 2500 ആക്കില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് നീതി കാണിക്കാത്ത സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് വളരെ വ്യക്തമല്ലേ? ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഇവര് ഇപ്പം ജനങ്ങളെ സമീപിക്കേണ്ടത്? അതായത് 2021 ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇതായിരുന്നു. അത് ചെയ്തില്ല. ഈ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി ഒക്കെ അന്നേ പ്രഖ്യാപിച്ചതാണ്. ഇപ്പതാ അതിന്റെ ഫോമുകളൊക്കെ കൊടുത്തു തുടങ്ങി. അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2-3 മാസം കൊണ്ട് കൊടുത്തു തുടങ്ങുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാന വർഗ്ഗങ്ങളെ മറന്നു. അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് വമ്പൻ പദ്ധതികളൊന്നുമില്ല. വിഴിഞ്ഞം പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണ്. അതിനെപ്പറ്റി ഇനിയും കൂടുതൽ തർക്കിക്കണ്ട, തർക്കിച്ച് വഷളാക്കണ്ട. ഏറ്റവും വലിയ കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞത് ഈ സഖാക്കളാണ്. നാഷണൽ ഹൈവേന്റെ കാര്യത്തിലും നിങ്ങളുടെ ഒരു അവകാശവാദവും ഇനി വിലപ്പോവില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാരിന് എടുത്തു കാണിക്കാൻ ഒന്നുമില്ല. അപ്പോഴാണ് വർഗീയ എന്താ പറയാ ചേരിതിരിവ് സൃഷ്ടിക്കുക. ഞങ്ങള് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്, ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ വർഗീയവാദികളാക്കുക
ഇടക്കിടക്ക് ഒരു ചെറിയ രീതിയിലുള്ള മുസ്ലിം പ്രീണനം നടത്തിയിട്ട് കുറച്ച് ആൾക്കാരെ ഞങ്ങൾ അവിടെയാണ് ഇവിടെയാണ് രണ്ട് തോണിയിൽ കാല് വെച്ച് പോവുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേമാതിരിയാണ്. അറിയാലോ, ഈ പാർട്ടി സമ്മേളനത്തിന്റെ അടുക്കട്ടാണ് തോന്നുന്നു ഈ മറ്റേ ഇതൊക്കെ പലസ്തീനിന്റെ ഒരു വേഷമൊക്കെ, ഒരു ഷാളൊക്കെ അണിഞ്ഞുകൊണ്ട് ഇവര് എന്താ പറയാ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത്. പലസ്തീനിലാണ് ഇവരെ മൂത്താപ്പമാര്. അപ്പൊ പലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക, ഗാസക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം ഒരു ഭാഗത്ത്, ഇവിടുന്ന് ഹൈന്ദവ വോട്ടുകൾ പോവുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഞാണിന്മേൽ കളി. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഒരു തരത്തിലും LDF-ന് ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സീറ്റും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം അത് എത്ര കിട്ടും എത്ര കിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്തായാലും അധികാരത്തിൽ ഇനിയുള്ള കാലം CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി? അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ആ ചാനലിലെ സംഭാഷണത്തിൽ അഭിമുഖകാരൻ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നു, ഞാൻ സംസാരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രിയോടാണോ? അപ്പം രമേശ് ചെന്നിത്തലക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ തവണ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2021 UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ചെന്നിത്തലയാവും. പക്ഷേ ചെന്നിത്തലക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയില്ല. അത് VD സതീശൻ കൊണ്ടുപോയി. VD സതീശൻ നമ്മുടെ നിയമസഭയിലൊക്കെ നല്ല A ക്ലാസ് പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. പക്ഷേ സതീശന്റേതായ ചില ദൗർബല്യങ്ങളുണ്ട്, ചില പിടിവാശികളുണ്ട്, ചില ഗ്രൂപ്പ് കളികളുണ്ട്. ഈ രമേശ് ചെന്നിത്തലയേക്കാൾ മുഖ്യമന്ത്രിയാവാനുള്ള അമിതമായ ആഗ്രഹമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു 100 സീറ്റോ 110 സീറ്റോ ഒക്കെ നേടുമെന്നാണ് എന്റെ ഒരു കണക്കൂടൽ കേട്ടോ. എത്രയാട്ടെ 90, 100, 110, 120, ചിലപ്പോൾ 120 കിട്ടിയാൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. അപ്പൊ അത്രയും സീറ്റ് നേടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ ആകുമോ? അതല്ല രമേശ് ചെന്നിത്തല ആകുമോ? അതും അല്ലെങ്കിൽ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കുമോ? പിന്നെ ആരാണ്? സുധാകരനൊന്നും തൽക്കാലം ഇതിലേക്ക് വരില്ല. K മുരളീധരനും സാധ്യതയൊന്നുമില്ല. പിന്നെ നമ്മുടെ ശശി തരൂർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രി ആവുമെന്നും വേണ്ട. അപ്പൊ യഥാർത്ഥത്തിൽ മത്സര രംഗത്തുള്ള 3 പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലുമാണ്. എന്തായാലും ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലീഗായിരിക്കും തീരുമാനിക്കുക ഇതിൽ ആര് വേണം എന്നുള്ളത്. ഇതില് രമേശ് ചെന്നിത്തല ആയാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആക്കുകയാണെങ്കിലും VD സതീശനെ ആക്കുകയാണെങ്കിലും KC വേണുഗോപാലിനെ ആക്കുകയാണെങ്കിലും ഈ സർക്കാർ അധികകാലം ഒന്നും മുന്നോട്ട് പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ തമ്മിൽ പാറവെപ്പും കുതികാൽ വെട്ടും ഒക്കെ തുടങ്ങും. അപ്പം പിന്നെ ഒരു പൊതുസമ്മതനായ ഒരു മുഖ്യമന്ത്രി ആര്? ഞാൻ ചില കോൺഗ്രസ് നേതാക്കളോടൊക്കെ സംസാരിച്ചപ്പോ അവരുടെ മനസ്സിലുള്ളൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് പറഞ്ഞൂടാ, സംഭവിക്കാൻ സാധ്യതയില്ല എന്നൊന്നും പറഞ്ഞൂടാ. എന്തായാലും ഇത് നടക്കില്ല. ഏത് നടക്കില്ല? ഒന്നുകിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ പക്ഷത്തുള്ള ആൾക്കാരും KC വേണുഗോപാലും ഈ പറഞ്ഞ ആൾക്കാരും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കും, ഉറപ്പാണ്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VD സതീശൻ ആകുകയാണെങ്കിലും KC വേണുഗോപാൽ ആകുകയാണെങ്കിലും ഒക്കെ ഇത് തന്നെ സംഭവിക്കും. ഇവരുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇവിടുന്ന് നമ്മുടെ ലീഗിന്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് VD സതീശനോട് വലിയ താല്പര്യം, അതിനേക്കാൾ താല്പര്യം രമേശ് ചെന്നിത്തലയോടായിരിക്കും, KC വേണുഗോപാലിനോട് ഉണ്ടാവും. ഇവരുടെ ഒരു താല്പര്യം അനുസരിച്ച് ഇവര് ആരെങ്കിലും ഒരാളെ എന്തായാലും ഇതിൽ ഒരാളെ ആക്കി കഴിഞ്ഞാൽ കൂട്ടക്കുഴപ്പമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴാണ് പുതിയ ഒരു മുഖ്യമന്ത്രി, സർപ്രൈസ് ചീഫ് മിനിസ്റ്റർ. അങ്ങനെ ഒരു സർപ്രൈസ് ചീഫ് മിനിസ്റ്റർ ആണ് UDF-ൽ വരാൻ പോകുന്നത്. അതാരാണ്? പ്രിയങ്ക ഗാന്ധി. ചിരിക്കണ്ട, പ്രിയങ്ക ഗാന്ധിയാണ് അടുത്ത ഓപ്ഷൻ. കാരണം പ്രിയങ്കയെ ഇപ്പം നിരവധി MP-മാര് ഈ നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട്. പ്രിയങ്ക വയനാട്ടിലെ MP ആണ്. പ്രിയങ്കയെ മുഖ്യമന്ത്രിയാക്കിയാൽ അതോടുകൂടി പിന്നെ പ്രിയങ്കയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊന്നും നിൽക്കില്ലല്ലോ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ലീഗ് ഹാപ്പി, ഇവര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം
ആകെ ഇനി കേരളത്തിലാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. അപ്പൊ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പാർട്ടിക്ക് ഒരു നല്ല പ്രതിച്ഛായയൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ നിന്ന് തുടങ്ങട്ടെ ഇവരുടെ ഒരു രണ്ടാമതൊരു ഒരു പടയോട്ടം കോൺഗ്രസിന്റെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധിയെ അടുത്ത മുഖ്യമന്ത്രി ഒരു 6 മാസം കൊണ്ട് ഇവര് എവിടെയെങ്കിലും മത്സരിച്ച് ജയിച്ചാൽ മതി. മറ്റേ MP സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി പാർലമെന്റിലേക്ക് വേറൊരാളെ മത്സരിക്കുകയും ചെയ്യാം. അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞാൻ കരുതുന്നത് ഇങ്ങനെ ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരുമെന്ന് തന്നെയാണ്. അതായത് ഈ വർഷം UDF അധികാരത്തിൽ വരുമ്പോൾ UDFന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും. ഒരുപക്ഷെ ഈ VD സതീശന് ഒരു നല്ല വകുപ്പ് കൊടുത്തേക്കാം, ധനകാര്യമന്ത്രിയാക്കാം. രമേശ് ചെന്നിത്തലക്ക് പഴയ പോലെ ആഭ്യന്തരം കൊടുത്തേക്കാം. കുഞ്ഞാലിക്കുട്ടിക്ക് പഴയ പോലെ വ്യവസായം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾ ഉപമുഖ്യമന്ത്രിയാക്കിയേക്കാം. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ. നമ്മുടെ കർണാടകയിലൊക്കെ പോലെ വേണമെങ്കിൽ 3 ഉപമുഖ്യമന്ത്രിമാർ, രമേശ് ചെന്നിത്തല, VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 3 ഉപമുഖ്യമന്ത്രിമാർ, പ്രിയങ്ക ഗാന്ധി CM, ചീഫ് മിനിസ്റ്റർ. എങ്ങനെയുണ്ട്? രാഷ്ട്രീയത്തിൽ ഒന്നും അസംഭാവ്യമല്ല. ഒന്നും നമ്മുടെ ഒരു എല്ലാ പ്രവചനങ്ങൾക്കും അപ്പുറമാണ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്ന കാര്യങ്ങൾ. കാരണം ഇനിയുള്ള 100 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ 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 എന്താ പറയാ സങ്കീർണമാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും BJP ഇവിടെ നടത്താൻ പോകുന്ന ഒരു എന്താ പറയാ ഒരു കൈവിട്ട കളി ഉണ്ടാവും കേട്ടോ. BJP അമിത്ഷായെ തുടർന്ന് നരേന്ദ്രമോദിയൊക്കെ വന്നു കഴിഞ്ഞാൽ, കാരണം അവരെങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് നമുക്കൊക്കെ അറിയാലോ. അതൊരു വാശിയായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇതിൽ എത്ര പേർ കരുതിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടുമെന്ന്? അത് BJP അല്ലേ. BJPക്ക് അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല. അവരെങ്ങനെയെങ്കിലും 35 2 പ്രാവശ്യം, കഴിഞ്ഞ തവണയും 35, അതിന്റെ മുമ്പേ 35 35 മുന്നോട്ട് പോകുന്നില്ല, ചിലപ്പോൾ താഴോട്ട് പോകുന്നൊക്കെ പറയും. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ തന്നെ പിടിച്ചു. അപ്പം BJP വിചാരിച്ചാൽ BJPക്ക് എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. BJP ഭരണം പിടിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ BJP കൂടുതൽ സീറ്റ് പിടിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ദുർബലമാകുക CPM തന്നെയാണ്. അതല്ലാതെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടേക്കല്ല വരിക. കാരണം ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമായിട്ട് CPM-ലെ വോട്ടുകൾ ഒരു വഴിക്ക് BJP-യിലേക്കും ഒരു വഴിക്ക് കോൺഗ്രസിലേക്കായിരിക്കും ഒഴുകുക. അതിലാർക്കും സംശയമില്ല. അപ്പോൾ BJPക്ക് എത്രമാത്രം വോട്ടുകൾ കിട്ടും എന്നുള്ളത് വരുന്ന ഒരു 100 ദിവസത്തിനുള്ളിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മുടെ റെജി ലൂക്കോസും അല്ലാതെ നമ്മുടെ മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ ഇതിലേക്ക് BJP-യിലേക്ക് വരികയാണ്. കൂടുതൽ പേർ BJP-യിലേക്ക് വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായാൽ അപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നേക്കാം. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കട്ടെ. പ്രിയങ്ക ഗാന്ധി അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി എന്നാൽ ഒരു കളി കളിക്കാമെന്നായിരിക്കും UDF തീരുമാനിക്കുന്നത്. വെറുതെ പറയല്ല. കാരണം പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ പ്രിയങ്കക്ക് അതിനനുസരിച്ചുള്ള കാലിബർ പ്രിയങ്കക്കുണ്ട്. രാഹുലിന്റെ മാതിരിയുള്ള ഈ ചുറ്റിക്കളിയൊന്നും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കാൻ പ്രിയങ്കക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഒന്നും അസംഭാവ്യമല്ല, എന്തും സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് CM-ന് വേണ്ടി, അങ്ങനെ ഒരു സംഭവം, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.